ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഞാൻ ഹായ് എല്ലാം പറയുന്നുണ്ട്. ഇതിന് 2 റൂമിലാണ് കേട്ടുള്ളത്. വലിച്ചു വാരിയിട്ടിരിക്കുന്നതും തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പം എല്ലാം എടുത്ത് വെക്കലും പെറുക്കലും അതിൻ്റെ പരിപാടിയിലാണ്. പോകുകയും വരുമ്പം ചെയ്യുമ്പോൾ ഇതൊരു ചടങ്ങാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ബാഗെല്ലാം കൂടി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ബെഡിൽ നിന്ന് അങ്ങോട്ടേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ ഷടപടേ എന്നങ്ങ് കഴിയുമല്ലോ. അപ്പം എന്താ ഈ ഒരു ഡ്രസ്സ് പോകുമ്പോൾ ഇടാമെന്ന് കരുതി. അപ്പം അതവിടെ സൈഡിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ ഞാൻ എടുത്തെടുക്കുന്നത്, ഞാനിങ്ങനെ എടുത്ത് വെക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും വർത്താനം കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാം. ഇടയ്ക്ക് ഇത്തിരി സ്പീഡ് കൂട്ടാം, അല്ലെങ്കിൽ ബോറടിക്കുമല്ലോ. ഇങ്ങനെ റിക്കൂട്ടനും നാളെ പോകുമ്പോഴുള്ള ഡ്രസ്സ് ഇതാ മാറ്റിയിട്ട് വെക്കുന്നത്. ട്രൗസറും ഒരു ഷർട്ടും കേട്ടോ. അതിൽ മുന്നിനെ കണ്ടത് ഏതോ ഒന്ന് അവിടെ മാറ്റി വെച്ചാൽ അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള ഡ്രസ്സുകളെല്ലാം കൂടി ഇതാ മടക്കി വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് കണ്ട ഇതെനിക്ക് നിന്നിടം വാങ്ങി തന്നെയാണ്. ഏതൊക്കെ വീട്ടിൽ ഞാൻ പറഞ്ഞാൽ ഓർമ്മയില്ല. നിന്നാണ്ട് ഒരു കടയിൽ പാൻറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അപ്പം എന്നോട് പറഞ്ഞു നീയും എടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. ഇവിടെ നിന്നിടം പറഞ്ഞു നീ എടുത്തോ, എന്തായാലും എടുക്കാം, നീ എടുക്കണം, നീ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാനും എടുക്കൂ എന്ന് പറഞ്ഞ്. അതിന് അങ്ങനത്തെ എന്തെല്ലോ ഇതാണ് കേട്ടോ. ഒരു പീടികയിൽ കയറിയിട്ട് ഒരു പാൻറ്റ് മാത്രം എങ്ങനെ എടുക്കുക, അതുകൊണ്ട് നീ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞാനൊരു ടോപ്പ് എടുത്ത്, പിന്നെ അന്നേരം നിമിഷേച്ചിയും വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നിമിഷേച്ചിക്ക് ഒരു ടോപ്പ് എടുത്ത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നിർണ്ണേട്ടൻ ഓർമ്മകൾ. പിന്നെ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതാറിക്കൂടേണ്ട കുപ്പായം, ട്രൗസർ കാര്യങ്ങളെല്ലാം മടക്കി വെക്കുവാന്ന് കേട്ടോ. ഞാൻ ഈ പൊക്കി പിടിച്ച് കൊണ്ടുവരുന്നത് ഒരു കൊറിയർ അയക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കസ്റ്റമറിൻ്റെ അമ്മക്ക് വേണ്ടിയിട്ടാണ്. അപ്പം 30-ാം തീയതിയിലേക്ക് വേണ്ടൂ എന്ന് പറഞ്ഞു. അപ്പോൾ പാക്കാക്കി വെച്ചിട്ടുണ്ട്. ഒരു 25 ആകുമ്പം അയക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും അതിന് മുന്നേ കിട്ടും. അതിൻ്റെ നടുക്കൊരു ശനി ഞായറും വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മളെ ഒരു ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. നമുക്കിനി അടുത്ത ബാഗ് എടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം, എൻ്റെ ഈ കാണുന്ന ഈ ഒരു ബാഗില്ലേ, ഇതും എനിക്ക് നിന്നേട്ടൻ വാങ്ങി തന്നതാണ് കേട്ടോ. 2022 പിന്നെ ഖത്തറിലുള്ള സമയത്ത് വാങ്ങി തന്നതായിരുന്നു. എനിക്ക് രണ്ടാമതൊരു സ്കൂളിൽ ജോലി കിട്ടിയിട്ടില്ലേ, അന്നേരം വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മളിങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ജോലിയെല്ലാം കിട്ടിയല്ലേ, ഇനി രണ്ടാൾക്കും ഒന്നിച്ച് നിൽക്കാമല്ലോ എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ഒരു മോളിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാനിതാ നമ്മളതിലെന്താ അന്ന് അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ പോയ സമയത്ത് മാസ്കെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് പുറത്ത് വെക്കുവാന്ന്. പിന്നെന്താ അതിൻ്റെ ഇടയ്ക്ക് ഫോണിൽ എന്തോ മെസ്സേജ് വന്നിട്ട് നോക്കിയതാണ്. അപ്പം എന്താ എവിടെയെല്ലാം വെക്കണ്ടേന്ന് ഓർമ്മയില്ല. അടുത്തതാ ഇതാ എൻ്റെ ഈ കുട. ഇത് നമ്മളെ കല്യാണത്തിനുള്ള കുടയാണ് കേട്ടോ. ഇന്നാണ് ഒരു ബ്ലൂ പ്രേമി ആയതുകൊണ്ട് ബ്ലൂ കുടയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് മൊത്തം ഒരു ഓർമ്മ പറച്ചിലായിക്കോട്ടെ. എന്നാൽ അങ്ങനെ ഇതാ കുടയും മടക്കിയിട്ട് ബാഗിൽ വെക്കുവാന്ന്. കുട പിന്നെ കല്യാണ സമയത്തെ നമ്മളിങ്ങനെ എവിടത്തേക്കെങ്കിലും ടൂറെല്ലാം പോകുമ്പോൾ എടുക്കുന്നത്. പിന്നെ ഞാൻ മടക്കിയിട്ട് അലമാരിയിൽ വെക്കുന്നത്. പിന്നെ ഖത്തറിലെല്ലാം പോയി വന്നതിന് ശേഷമാണ് ഇപ്പോൾ അലമാരിയിൽ നിന്ന് കുടയെടുത്തത്. അങ്ങനെ കുടയും ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. എന്താണെന്നറിയില്ല, അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ഇതിപ്പം ചൂട് നടക്കുമ്പം ഇടയ്ക്കൊരു വിറയലൊന്ന് താഴേക്ക് വീകലല്ലോ. മീൻസ് നമ്മളിങ്ങനെ തുടക്കുമ്പോൾ 2 പാർട്ടായിട്ടല്ലേ ഉണ്ടാവുക. അപ്പം ചെറിയ പാർട്ടായിട്ട് ഇങ്ങനെ നടുക്കൊന്ന് നിൽക്കുന്നതല്ല. പക്ഷെ എന്നാലും ഓടുന്നിടത്തോളം കുടയും ഓടട്ടെ അല്ലേ. അങ്ങനെ കുടയും ബാഗിൽ വെച്ചു. ഇനിയിപ്പോൾ അതിൽ വെക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ അത് സാരിയാണത്. എൻ്റെ ആൻറ്റിക്ക് കൊടുക്കാനുള്ളതാണ്. ഇവിടെ നാട്ടിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് അച്ഛൻ്റെ പെങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. ആൻറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു സാരി. അപ്പം ഞാൻ വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ്. അങ്ങനെ നമ്മൾ 2 ബാഗ് പാക്കായി. അങ്ങനെ നമ്മൾ അടുത്ത ബാഗ് ഇതാ എൻ്റെ ലാപ്ടോപ്പും പിന്നെ അതുപോലെ നമ്മളെന്താ ഫയലുകളും കാര്യങ്ങളെല്ലാം വെക്കുന്നതാണ്. ഫയലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്നാലും പോലും എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്താ പറയുക എൻ്റെ എല്ലാ ഫയലും കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണ് വരൽ. ഈ അടുത്ത് പിന്നെ വേക്കൻസിൻ്റെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. ഇനിയിപ്പം നമുക്ക് അടുത്ത് നോക്കാം. അങ്ങനെ 1 മാസം പിന്നെയും കഴിയുന്നു.
അപ്പോൾ ലാപ്പ് ഞാനിവിടേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഈ സാധനം ഉപയോഗിക്കൽ റിക്കൂട്ടന് എന്താ പറയണ്ടേ കാർട്ടൂൺ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീട്ടിൽ ടി വിയില്ല, അപ്പം ഇതിലാന്ന് റിക്കൂട്ടനും കാർട്ടൂണെല്ലാം ഇങ്ങനെ വെറുതെ കാണാൻ ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പം എൻ്റെ വീട്ടിലാന്നാൽ പിന്നെ ഇവിടെ ടി വി ഉള്ളത് കൊണ്ട് അവൻ അതിൽ കാണും, ഇതെടുക്കലേ ഇല്ല. പിന്നെ ഞാനൊരു ഡയറക്റ്റ് സെല്ലിങ് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്, അതായത് മുന്നേ ചെയ്തതാണ്, ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രൊഡക്റ്റുകൾ ആരെങ്കിലും വേണമെങ്കിൽ മാത്രം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെടുക്കും. അപ്പോൾ എന്താ കുറേ എടുക്കാണ്ട് വെച്ചിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കിയതാണ്. അപ്പം ഇപ്പോൾ ചെറുങ്ങനെ പൂപ്പൽ കിട്ടിയ പോലെ ഉണ്ട് ഉള്ളിൽ, വേറെ പ്രശ്നമൊന്നുമില്ല, സംഭവം ഓണായിന്. പിന്നെന്താ അങ്ങനെയല്ല. അപ്പം വെറുതെ അതിൻ്റെ ആ സൈറ്റിലെല്ലാം ഒന്ന് കയറി നോക്കി. അപ്പം സൈറ്റെല്ലാം മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടാണ് കാണുന്നത്. ഞാൻ 1 മാസത്തിന് ശേഷം ഇപ്പം കേട്ടോ തുറക്കുന്നത് ഇത്. അങ്ങനെ അതെല്ലാം വെറുതെ നോക്കി നിന്ന് ഞാൻ ഒരിക്കൽ വിചാരിക്കും ഇതായിരിക്കെങ്കിലും അങ്ങ് സെയിലാക്കിയാലോ, എന്നാൽ പൈസയുടെ വെക്കാമല്ലോ. അങ്ങനെ ഉപയോഗിക്കാണ്ട് ഇങ്ങനെ വെക്കുകയോ ചെയ്യുന്നത്. 2 മനസ്സായിട്ടല്ല, പിന്നെ ഉണ്ടെങ്കിൽ എനിക്ക് എക്സലെല്ലാം ഒന്ന് നല്ലതുപോലെ ഇരുന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അതും വിചാരിച്ച പോലെ ഒന്നും അങ്ങോട്ടേക്ക് എത്തുന്നില്ല. ഇനി എന്താണെന്നറിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ റിക്കൂട്ടൻ ഒച്ചപ്പാടാക്കി. എന്ന് വെച്ചാൽ പിന്നെ ഞാൻ വിചാരിച്ച് തയ്ക്കാൻ എനിക്കറിയില്ല, അപ്പോൾ തയ്യൽ പഠിച്ചാൽ എന്തായാലും ഡ്രസ്സെല്ലാം സെയിൽ ചെയ്യുന്നല്ലോ, ആ ഒരു വഴിക്ക് നോക്കിയാലോ എന്ന് വിചാരിച്ചു. ഇവിടെ നിങ്ങളുടെ വീട്ടിൽ മെഷീനെല്ലാം ഉണ്ട്, അപ്പം അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ യൂട്യൂബ് നോക്കി വെറുതെ നമുക്കിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. പിന്നെ അതും അതിനും ഒരു സമയമാകാത്ത പോലെ, അങ്ങനെ പിന്നെ അതും അവിടെ വെച്ച്. അങ്ങനെ ഇപ്പം എല്ലാം കൂടി എന്തെല്ലോ പരുവത്തിലാന്നുള്ളത്. ഇനി നാളെ എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ ടെൻഷൻ അടിക്കൂല കേട്ടോ, എനിക്ക് നാളെ എന്താണെന്ന് വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമുക്ക് കിട്ടുന്ന സമയം കൂടി ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ എന്തെല്ലോ ഇതിൽ അങ്ങനെ അങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ ഡയലോഗ് അടിച്ച് വെറുപ്പിക്കുന്നില്ല, നമുക്ക് ഇത്തിരി സ്പീഡ് കൂട്ടിയേക്കാം. അങ്ങനെ പിന്നെ നമ്മളെ സിസ്റ്റം ഷട്ട് ഡൗൺ ആക്കാനും അപ്ഡേറ്റ് ആകാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ കണ്ണ് കാണിച്ച പേപ്പറും കാര്യങ്ങളെല്ലാം ബാഗിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ട് മാറ്റി വെക്കുവാന്ന്. ഇനി അതെല്ലാം കൂടി ഫയലിൽ അങ്ങോട്ടേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കാണുന്നതെല്ലാം നമ്മളെ സെയിലിന് വേണ്ടിയിട്ടുള്ള നമ്മളെ ടോപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഇനി വളരെ കുറച്ച് പീസസാണ് ബാക്കിയുള്ളത്. ഞാൻ ഓൾറെഡി നമ്മളെ ടോപ്പുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ടോപ്പുള്ള റേറ്റ് 435 രൂപയും പിന്നെ ഫ്രീ ഷിപ്പിങ്ങും ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ 5 ടോപ്പാണ് ഒന്നിച്ചെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1950 രൂപയാവുന്നുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളേ. പിന്നെ ഇനി നമ്മളെ അടുത്ത സ്റ്റോക്ക് ഉള്ള സംഭവങ്ങളെല്ലാം മടക്കി പൊറുക്കി വെക്കലാണ്. അപ്പോൾ നമ്മളെ പരമാവധി ബാഗ് കുറക്കലാണല്ലോ നമ്മളെ ലക്ഷ്യം. അപ്പോൾ എല്ലാം കൂടി ഒന്നിൽ കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടോപ്പുകളാണ് ഇതിപ്പോൾ ഇതിലെല്ലാം ഉള്ളത്. അപ്പോൾ എന്താ പറയണ്ടേ, ഞാൻ അങ്ങനെ എൻ്റെ കയ്യിലുള്ള കുറച്ച് പൈസ ഇട്ടിട്ടാണ് സ്റ്റോക്ക് എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റോക്ക് ഇനിയിപ്പോൾ കഴിഞ്ഞിട്ട് വേണം എനിക്കിനി അടുത്ത സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം കണ്ടില്ലേ, ഈ കാണുന്ന കുറച്ച് ടോപ്പുകളാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കട്ടോ. നമ്മൾ ഇത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നിന്നാണ് നോക്കിയിട്ട് പറയും, നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി ചിരിച്ചാൽ മതിയല്ലോ. പിന്നെ നിന്നാണ്ട് പണ്ടേ എപ്പോഴും എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും വരുന്നവർ നിന്നാണ്ട് എപ്പോൾ എന്നോട് പറയുന്നൊരു കാര്യം, എടേ ഞാൻ വീകുന്നുണ്ടെങ്കിൽ എപ്പോൾ പൂച്ചേനെ പോലെ ഞാൻ 4 കാലേ വീകുന്നു. അപ്പം അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രതീക്ഷയോ ഹോപ്പോ എന്തായാലും പറയുക, അങ്ങനെ എന്തോ സംഭവമായിരുന്നു. മൂപ്പർക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസമായിരുന്നു ലൈഫിൽ നമ്മളിങ്ങനെ രക്ഷപ്പെടും എന്നുള്ളത്. അപ്പോൾ ആ ഒരു അതേ മൈൻഡാണ് ഇപ്പം എനിക്കും ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരിക്കൽ നമുക്കൊരു നല്ല ദിവസം വരും, അത്രയേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മൊത്തത്തിലെല്ലാം പാക്കാക്കുവാണ്. അപ്പം ബാഗുകളുടെ എണ്ണം കുറക്കാൻ വേണ്ടി ഞാൻ പരമാവധി എല്ലാം കൂടി എല്ലാത്തിലും കുത്തിക്കയറ്റുകയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മളെ 4-5 പീസ് ചുരിദാർ മെറ്റീരിയൽ ബാക്കിയുണ്ട്, പിന്നെ ഒരു ഖാദി കോട്ടൻ്റെ സാരിയും കേട്ടോ. അപ്പം അത് എല്ലാം കൂടി അടുത്ത പാക്കിലാക്കി വെക്കുവാണ്. പിന്നെ എന്താ പാക്ക് എന്ന് പറഞ്ഞാൽ ഞാനിത് അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നിന്നൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എടുത്ത കവറാണ്. അപ്പം അതിലേക്ക് തന്നെ എല്ലാം കൂടി കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ നമ്മൾ കൊറിയർ പാക്ക് ചെയ്യുന്ന കവറുകൾ കാര്യങ്ങൾ നമ്മളെ കാർഡ് അതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഓട്ടോ റിക്കൂട്ടിന് മിനി ആൻറ്റി കൊണ്ടു കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് കുട്ടൻ്റെ ഒരു ലാപ്ടോപ്പാണ് കേട്ടോ. നമ്മൾക്കതിൽ ABCD 1 2 3 അതെല്ലാം കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൊളാബ് കിട്ടിയതായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് വെച്ച് പക്ഷേ എഡിറ്റ് ചെയ്തില്ല. അപ്പോൾ അതും അങ്ങോട്ടേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് റിക്കോർഡിൻ്റെ ഓട്ടോ ഞാൻ ചിന്തിച്ച് ഇതിപ്പോൾ എടുക്കണോ വേണ്ടിയോന്ന്. പിന്നെ വെച്ചാൽ വീട്ടിൽ കുറേ വണ്ടികളുണ്ട് റിക്കോർഡിന്. അപ്പം പിന്നെ ഓട്ടോ ഇവിടെ നിന്നോട്ടേന്ന് അതങ്ങനെ അലമാരിയിൽ കയറ്റി വെച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടാകുമ്പോൾ ഇവിടുന്ന് കളിക്കാമല്ലോ. അങ്ങനെ ആ പരിപാടി തീർത്തു. അപ്പോൾ ഇവിടെ കണ്ടില്ലേ 4 കെട്ടായി, അവിടെ ഇപ്പം 3 കെട്ടായി. അങ്ങനെ അതൊക്കെയാണ് നമ്മളെ കെട്ടുകളും കാര്യങ്ങളും കേട്ടോ. ഇത് പിന്നെ നിമിഷേച്ച് എനക്കൊന്നൊരു ചുരിദാറാണ്. അപ്പം പോകുമ്പം പിന്നെ ഇതിടണോ വേണ്ടതെന്ന് ഞാൻ ആലോചിച്ച് പിന്നെ ഇത് ഷേപ്പാക്കിയിട്ടൊന്നുമില്ല. അച്ഛനോട് പറയണം പിന്നെ ചോദിച്ചാൽ മതി ഉള്ളത് ഇട്ടിട്ട് പോകാമെന്ന്. അങ്ങനെ അതങ്ങോട്ടേക്ക് മാറ്റി വെച്ചപ്പം അലമാരിത്തെ തുണിയെല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വൃത്തിക്ക് അടുക്കി പൊറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം കൂടി മടക്കി വെക്കുവാണ് അടുത്തത്. ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കെട്ട് നമ്മളെ പണ്ടേയുള്ള വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. ഇതിപ്പം റിക്കൂട്ടൻ്റെ ഡ്രസ്സുകളാണ്. അതായത് റിക്കൂട്ടിന് ഓരോരുത്തർ തന്ന കുറേ ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അതെല്ലാം അതിൽ വലുത് ചെറുതെല്ലാം നോക്കിയിട്ട് വേർതിരിച്ച് വെക്കുവാണ്. പിന്നെ നമ്മളെ ഇഷുവിൻ്റെ കുറച്ച് വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ ഡ്രസ്സുകളെല്ലാം ഉണ്ട്, അങ്ങനെ മോശമൊന്നും ആവാത്തത്. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ റിക്കൂട്ട് ചിലപ്പോൾ ഈ മഴയത്ത് നമുക്ക് അങ്ങനെ ഉണങ്ങി കിട്ടുമല്ലോ, അന്നേരം യൂസ് ചെയ്യലാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഡ്രസ്സുകളെല്ലാം വേറെ മാറ്റി വെക്കുവാണ് കേട്ടോ. അങ്ങനെ 3 കവറുള്ള ഡ്രസ്സ് 2 കവറായിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ 2 കവറുള്ള ഡ്രസ്സ് ഇനി 1 കവറായി കേട്ടോ. അപ്പോൾ ഇനി റിക്കൂട്ടിന് ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളുടെ കളക്ഷൻ 1 കവറിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അത് തിരിച്ച് അലമാരിയിലേക്ക് വെക്കാമെന്ന്. ബാക്കിയുള്ള റിക്കൂട്ടിന് ഇപ്പം ഇടാൻ പറ്റിയ ഡ്രസ്സുകളെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നേരം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോ ഇനി വലുതാകും തോറും ഡ്രസ്സുകളെല്ലാം കുറേ വാങ്ങേണ്ടി വരൂലേ എന്നല്ലോ. ഞാൻ എനിക്കൊന്ന് ഡ്രസ്സ് ടോയ്സ് അതൊന്നും ഞാൻ വാങ്ങിയിട്ടേ ഇല്ല. അവൻ്റെ 1ാം പിറന്നാളിന് എങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഇതുപോലെ തന്നതും അങ്ങനത്തെ എല്ലാം ഉള്ള ഡ്രസ്സുകളാണ് ഉണ്ടല്ലോ, പിന്നെ വെറുതെ വാങ്ങി വെക്കണ്ടല്ലോ. അങ്ങനെ ഇപ്പം ബാക്കി ഇപ്പം ഇടാൻ പറ്റിയ ഡ്രസ്സെല്ലാം അങ്ങനെ സഞ്ചിയിൽ കയറ്റി വെക്കുക. ഇതിന് വീട്ടിൽ പോയിട്ട് നമുക്ക് അലക്കാമെന്ന് വിചാരിച്ചേട്ടാ. അങ്ങനെ പിന്നെ പാക്കിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കെട്ടുകളാണ് ഉള്ളത്. താഴേക്ക് വന്നിട്ട് നോക്കുമ്പോൾ റിക്കോർഡ് എന്തോ മിക്സർ എന്തോ കഴിക്കുകയെന്ന് കേട്ടോ. അങ്ങനെ TV എല്ലാം കണ്ട് അവൻ്റെ കല്ലുമ്മമ്മേനോട് വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ. അങ്ങനെ പിന്നെ ഇനി അടുത്തത് റിക്കോർഡിന് ചോറ് കൊടുക്കുന്ന വീഡിയോ ആണ് എടുത്തത്. അങ്ങനെ റിക്കോർഡിന് ചോറെല്ലാം കൊടുത്ത് ഞാനും ചോറെല്ലാം കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങി. അപ്പം നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാനും കൂടി ശ്രമിക്കുക.